അയ്യോ മക്കളെ, എന്ത് രസമാണ് അന്നത്തെ ഒരു വീഡിയോ കാണാൻ. നമ്മളെ എന്താ പറയുക, ആരോഗ്യമന്ത്രി ഇല്ല വീണ ജോർജ്, അതിനെ എല്ലാവരും കൂടിയിട്ട് പഞ്ഞി കിട്ടിയെന്ന് പറഞ്ഞ് എന്താ ചെയ്യണ നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കാരുടെ അവസ്ഥ. എന്ത് മനുഷ്യനല്ലേ ഇത്. നല്ലൊരു ചുരുക്കമുള്ളൊരു പെണ്ണ്, ആ പെണ്ണ് ചിരിച്ചുകൂടെ ഇങ്ങനെ പോയൊരു പെണ്ണാണ്. പിന്നെ അതാ കഴുത്തിലൊക്കെ മറ്റേ മാലൊക്കെ ഇട്ട് കണ്ടും കയ്യിലൊക്കെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് അത് അവിടെ കിടക്കുന്ന ICUവിൽ. എന്താ ചെയ്യാല, പാവാണ്. അതിന് ആരാ ഉപദ്രവിച്ചത്? ആ ഉപദ്രവിച്ച ആൾക്കാരെ ഒന്നും നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം. പക്ഷേ എനിക്ക് തോന്നണം ആ വീഡിയോയിൽ ആ വീണ ജോർജ് ചേച്ചിനെ ആരെയും തല്ലുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? ഒന്ന് നിങ്ങൾ കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ, മറക്കാതെ കേട്ടാ. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വീണ ജോർജിൻ്റെ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ. സീൻ ബൈ സീൻ വിശദീകരിക്കും PC സൈഫുദ്ദീൻ. ദിവ്യ, ആക്രമിച്ചെന്ന് മന്ത്രിയും CPM-ഉം പറയുന്നു, ആക്രമിച്ചില്ല എന്ന് KCU-വും കോൺഗ്രസും പറയുന്നു. എന്താണ് ഇന്നലെ കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. എന്ന് വെച്ചാൽ അവൈലബിളായ ദൃശ്യങ്ങളാണ്. ഇനി ഈ ദൃശ്യങ്ങളല്ലാത്ത എന്തെങ്കിലും പുറത്തു വന്നാൽ മാത്രമേ ഇതല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയൂ. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് CCTV വിഷ്വൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ അവൈലബിളായ നമ്മുടെ വിഷ്വൽസ് ഉപയോഗിച്ച് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം ഇന്നലെ വൈകുന്നേരം എന്താണ് സംഭവിച്ചതെന്ന്. ആദ്യത്തെ സീൻ ഒന്നാം പ്ലാറ്റ്ഫോം, മന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നു. കാറിൽ നിന്ന് മന്ത്രി പുറത്തിറങ്ങുന്നതിന് മുമ്പേ തന്നെ അവരുടെ ഗൺമാൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ഗൺമാനെ പിന്നീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്തും കാണേണ്ടതുണ്ട്. ഗൺമാനും കൂടി മന്ത്രി കാറിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പ്ലാറ്റ്ഫോമിലേക്ക്, സ്റ്റേഷനിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. മുന്നിൽ പോലീസുകാരുണ്ട്, ഒരു 10-15 പോലീസുകാർ ആ സമയം മന്ത്രിക്കൊപ്പമുണ്ട്. ഈ സമയം ഓപ്പോസിറ്റ് സൈഡിലാണ് കേസ് പ്രവർത്തികളുള്ളത്. സ്റ്റേഷനിലേക്ക് കയറി സ്റ്റേഷനിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിനിടെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നത്. കൂടെയുണ്ടായിരുന്ന പോലീസ് തടയുന്നുണ്ട്. പോലീസിനോട് മന്ത്രി സംസാരിക്കുന്നുണ്ട്. KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുമ്പോൾ പോലീസ് തടയുമ്പോൾ ആ പോലീസുകാരോടും സംസാരിക്കുന്നുണ്ട്. ഒപ്പം KSU പ്രവർത്തകരോട് കയർക്കുകയും ശോഭിക്കുകയും മുന്നോട്ടായുകയും ചെയ്യുന്നുണ്ട് മന്ത്രി. സീൻ 2 ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീൻ 3 ഒന്നാം പ്ലാറ്റ്ഫോം തന്നെയാണ്. മന്ത്രി പ്രതിഷേധക്കാരോട് തട്ടിക്കയറുന്നുണ്ട്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഈ നേരിട്ട്, അതായത് KSUക്കാരോട് നേരിട്ട് സംസാരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട് മന്ത്രി. അതാണ് നമ്മൾ സീൻ 3 നമ്മൾ കാണുന്നത്. പോലീസ് മന്ത്രിയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷം ഈ പോലീസിനോട് തന്നെ കയർക്കുന്ന മന്ത്രിയെയും നമുക്ക് കാണാം. ഇതാണ് സീൻ 3. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴോ ആണ് ഈ മന്ത്രിയും CPM-ഉം ആരോപിക്കുന്നത് പോലെയുള്ള ആക്രമണം നടക്കേണ്ടത്. അങ്ങനെ നടന്നതായി പിന്നീടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നില്ല. സീൻ 4 ഒന്നാം പ്ലാറ്റ്ഫോമിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കാൻ പോലീസ് അവരെ ശ്രമിക്കുന്നുണ്ട്. ഈ മന്ത്രിയും പറയുന്നുണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് മാധ്യമപ്രവർത്തകരോട് അവർ ആവശ്യപ്പെടുന്നു. സീൻ 4 മാധ്യമപ്രവർത്തകരോട് പോകാൻ മന്ത്രി പറയുമ്പോഴൊക്കെ മന്ത്രിക്ക് അങ്ങനെ ഒരു പരിക്ക് പറ്റിയതായി നമുക്ക് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ അവരുടെ മാനേഴ്സിൽ നിന്നോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയം എന്തെങ്കിലും ഒരു പരിക്ക് അവർക്ക് പറ്റിയതായി അറിയുന്നുമില്ല. പക്ഷേ പരിക്കുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും സീൻ 5 വരുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 3-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മന്ത്രിക്ക് ട്രെയിൻ കയറേണ്ടത്. ആ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം പോലീസുകാരോട് സംസാരിച്ച് മാധ്യമപ്രവർത്തകരോട് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ കൂളായി മന്ത്രി പോകുന്നു. ആ സമയമൊന്നും മന്ത്രിക്ക് ഒരു പരിക്ക് പറ്റിയതായി ദൃശ്യങ്ങൾ എവിടെയും അവരുടെ മുഖഭാവങ്ങളിലൊന്നും കാണുന്നില്ല. പക്ഷെ പിന്നീടാണ് അവർക്ക് വേദന തോന്നുന്നതും അവിടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതൊക്കെ. സീൻ 5 നമ്മൾ കാണുന്നത് മാധ്യമങ്ങളോട് സംസാരിച്ച് മന്ത്രി 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ കൂളായി നോർമലായി പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ സീൻ 5 കാണുന്നത്. ഇപ്പോൾ സീൻ 6 3-ാം പ്ലാറ്റ്ഫോമിൽ അവരിയ്ക്കുകയാണ്. ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് അവർക്ക് വേദന അനുഭവപ്പെടുന്നത്. തലയുടെ ഈ സൈഡിലായി വേദനയുണ്ട്. അവശത അനുഭവപ്പെട്ട അവർ മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്പീക്കർ AN ഷംസീർ അവരുടെ അടുത്തുണ്ടായിരുന്നു. സ്പീക്കർ AN ഷംസീറാണ് ആദ്യം CM-നെ വിളിക്കുന്നത്. അതനുസരിച്ചാണ് CM അവരെ വിളിക്കുന്നത്. മന്ത്രി ബെഞ്ചിലിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ 3-ാം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്.
യെസ്, ഇനി സീൻ 7 ആശുപത്രിയിലാണ്. മന്ത്രിയെ ജില്ലാ ആശുപത്രി ICUവിലേക്കാണ് വേഗത്തിൽ മാറ്റുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് വേദനയുണ്ട്, തലയുടെ സൈഡിൽ വേദന ഉണ്ടെന്ന് അവർ CM-നോട് പറയുന്നു. വേഗത്തിൽ തന്നെ അറേഞ്ച്മെന്റ്സ് ഒരുക്കാൻ CM ആവശ്യപ്പെടുന്നു. ആശുപത്രിയിൽ അടക്കം നിർദ്ദേശങ്ങൾ എത്തുന്നു. വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ജില്ലാ ആശുപത്രിയുടെ ICUവിലേക്ക് അവരെ മാറ്റുന്നു. തലയുടെ സൈഡിൽ വേദനയുണ്ട് എന്നവർ പറഞ്ഞതുകൊണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ വേഗത്തിൽ അവിടെ സംഭവിച്ചത്. ഇതെല്ലാം മിനിറ്റുകൾക്കകം സംഭവിച്ചതാണ്. അപ്പം സീൻ 6ലേക്ക് എത്തുമ്പോഴേക്കും, എന്ന് വെച്ചാൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് സീനുകളിൽ അവർക്ക് വലിയ വേദന ഉള്ളതായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ 3ാം പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം അവർ ഇരുന്നതിന് ശേഷം അവർക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇതിനിടയിൽ തുടക്കത്തിൽ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, ഈ ഗൺമാൻ ഇറങ്ങുന്നുണ്ട്. ആ ഗൺമാനെ നമ്മൾ പിന്നീട് ഉന്തും തള്ളും ഉണ്ടാകുന്ന ഇടയിലൂടെ കാണുകയും ചെയ്യുന്നുണ്ട്. അതാണ് എന്തായാലും ഇതിൽ വെറുതെയാ. ഞാന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവര് വരുന്നത്. സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടോണ്ടിരിക്കുക. പോലീസാണ്, ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരെന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീൽ ചെയർ എടുത്ത് അവർക്ക് കഴുത്തുകാരുണ്ടെന്നും പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തും തന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജയിലിലിട്ട് അവർ പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിമ്പടി കാണിച്ചു. അവര് ചിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞു. എല്ലാം കൂടി ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാർ കൊണ്ടുപോകാൻ കൊടുത്തിട്ട് 50 പോലീസ്. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവർ C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ കണ്ടതാ. ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവമേ.